ബാബു സക്കറിയ. കുട്ടിക്കാലം മുതലേ ഒറ്റപ്പെടൽ എന്നത് എൻ്റെ ഒരു സ്ഥിരാനുഭവമായിരുന്നു. ഒരു വിധി പോലെയോ യോഗം പോലെയോ ഈ കാലം അത്രയും ആ അനുഭവം എന്നെ പിന്തുടർന്നു നിൽക്കുന്നു. ഒറ്റപ്പെടലും അതിൻ്റെ ഭാഗമായ ഏകാന്തതയുമായിരിക്കണം കവിതയിലേക്ക് തന്നെ എന്നെ അടുപ്പിച്ചത്. കവിതയിൽ മുഴുകി നിൽക്കുമ്പോഴും അവിടെയും ഞാൻ ഒരു ഒറ്റപ്പെട്ടവനായിരുന്നു എന്ന് പറയാം. ഒറ്റപ്പെട്ട ഒരു പോക്കായിരുന്നു എൻ്റെ കവിതയും. ഇടയ്ക്കെപ്പോഴും എനിക്ക് തോന്നി ഈ ഒറ്റപ്പെടലെന്ന വിഷയം ഒരു കവിതയായിട്ട് അവതരിപ്പിച്ചാലോ എന്ന്. അത് വളരെയേറെ കാലം മനസ്സിലെഴുതിയും കടലാസിലെഴുതാതെയും ഇങ്ങനെ കഴിഞ്ഞുപോയി. ആ ഇടയ്ക്കാണ് ഒരു പഴയ ഫർണിച്ചറുകൾ ഈ പുനർനിർമ്മിച്ച് വിൽക്കുക എന്നതൊരു വ്യാപാരമാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നത് യാദൃശ്ചികമായി. അവിടെ മൂന്ന് കാലുകൾ മാത്രമായി ഒരു മേശ ഇങ്ങനെ മൂക്കുകുത്തി മറിഞ്ഞു കിടക്കുന്നതുണ്ട്. അപ്പോൾ ഇത് തന്നെയാകട്ടെ കവിതയിൽ അവതരിപ്പിക്കുക എന്ന് ഞാൻ തീരുമാനിച്ചു. കവിത കഴിയാവുന്നത്ര ചെറുതായിരിക്കുക എന്നൊരു താല്പര്യം കൂടി എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഒറ്റക്കാൽ എന്ന കവിത എഴുതിയത്. കവിത ഞാൻ അവതരിപ്പിക്കാം. ഒറ്റക്കാൽ. ഇപ്പോഴടർന്നതേയുള്ളൂ മേശയിൽ നിന്നും ഒരു കാൽ. 3 കാലിൽ നിൽക്കാനാവാതെ മേശ മൂക്കുകുത്തി വീണുകിടക്കുന്നു. ഒറ്റക്കാലത ഒട്ടും മുടന്താതെ നേരെ നിവർന്നു നടന്നു പോകുന്നു. നന്ദി.